നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഗതാഗത മാർഗങ്ങൾ. അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ ലാൻഡ് ട്രാൻസ്പോർട്ടുണ്ട്, വാട്ടർ ട്രാൻസ്പോർട്ടുണ്ട്, എയർ ട്രാൻസ്പോർട്ടുണ്ട്. അപ്പോൾ ലാൻഡ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്? റോഡ് ട്രാൻസ്പോർട്ട്, റോഡ് മാർഗമുള്ളതും, റെയിൽ ട്രാൻസ്പോർട്ട് നമുക്കറിയാം റെയിൽ ട്രാൻസ്പോർട്ട് എന്തുവാണെന്ന്, ട്രെയിന്. ഇനി വാട്ടർ ട്രാൻസ്പോർട്ടിൽ ഇൻലാൻഡ് ട്രാൻസ്പോർട്ട്, മാരിടൈം ട്രാൻസ്പോർട്ട്. ഇൻലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉൾനാടൻ ഗതാഗതം, അതായത് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, ഉൾനാടൻ ജലഗതാഗതം. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത്? രാജ്യത്തിനകത്ത് നടക്കുന്ന ജലഗതാഗതമാണിത്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യക്കകത്ത് നടക്കുന്ന സാധനങ്ങളും സേവനങ്ങളും, അല്ലെങ്കിൽ ആൾക്കാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കായാലും, അല്ലെങ്കിൽ സാധനങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കാണെങ്കിലെല്ലാം ഇന്ത്യക്കകത്ത് ഇൻലാൻഡിനകത്ത് നടക്കുന്നത് ജലഗതാഗതമാണ്. അപ്പോൾ ഈ ജലഗതാഗതം എങ്ങനെയാണ് നടക്കുന്നത്? അതായത് റിവറിലൂടെയാവാം, അല്ലെങ്കിൽ കനാലിലൂടെയാവാം, അല്ലെങ്കിൽ ലേക്കിലൂടെയാവാം. അങ്ങനെയുള്ള വാട്ടർ ട്രാൻസ്പോർട്ടാണ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് വരുന്നത് മാരിടൈം ട്രാൻസ്പോർട്ട്. മാരിടൈം ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ കടൽ അല്ലെങ്കിൽ സമുദ്ര ഗതാഗതം. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കടലിലൂടെ അല്ലെങ്കിൽ സമുദ്രത്തിലൂടെയുള്ള ഗതാഗതമാണ്. ഇനി എയർ ട്രാൻസ്പോർട്ട്, അത് നാഷണൽ എയർവേയ്സ്, രാജ്യത്തിനകത്തുള്ള വ്യോമഗതാഗതം. എയർ ട്രാൻസ്പോർട്ട് അറിയാമല്ലോ, വ്യോമഗതാഗതം. ഇൻ്റർനാഷണൽ എയർവേയ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള ഗതാഗതം അല്ലേ, ഒരു രാജ്യത്തു നിന്ന് അടുത്ത രാജ്യത്തോട്ട് പോകാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കുന്നത് ലാൻഡ് ട്രാൻസ്പോർട്ട്. നമ്മൾ ആ ഫ്ലോ ചാർട്ടിലുള്ള ഫസ്റ്റ് ലാൻഡ് ട്രാൻസ്പോർട്ട് അല്ലേ. ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്, എന്ന് വെച്ചാൽ കരയിലൂടെയുള്ള ഗതാഗതം. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ മേജർ മോഡ്സ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഫ്രം ദ ഫ്ലോ ചാർട്ട്. ഫ്ലോ ചാർട്ടിൽ തന്നെ ഉണ്ടല്ലോ ഏതൊക്കെയാണ്? 2 ലാൻഡ് ട്രാൻസ്പോർട്ടുണ്ട്, റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടും. റോഡ് ട്രാൻസ്പോർട്ട് റോഡിൽ കൂടെയുള്ള ഗതാഗതം. എന്താണ്? നീഡ് റോഡ്സ് ഫോർ ഡോണ്ട് വി നീഡ് റോഡ്സ് ഫോർ ദ സ്മൂത്ത് മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ്. വാഹനങ്ങൾ സ്മൂത്തായിട്ട് നല്ല രീതിയിൽ സഞ്ചരിക്കാൻ നമുക്ക് റോഡിൻ്റെ ആവശ്യമില്ലേ? അതിനുശേഷം ഇമേജ് കൊടുത്തിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. സിംഗിൾ ട്രാക്ക് പാത്ത്. സിംഗിൾ ട്രാക്ക് പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടവഴി. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ അച്ഛനോട് ചോദിച്ചാൽ മനസ്സിലാവും ഇടവഴി എന്താണ്. മഡ് പാത്ത്, സ്റ്റോൺ പവേഡ് പാത്ത് എന്ന് വെച്ചാൽ സ്റ്റോൺ പാകിയ, പവേഡ് എന്ന് വെച്ചാൽ പാകിയ വഴി. അങ്ങനെ 3 പിക്ചറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. മഡ് പാത്ത് എന്ന് വെച്ചാൽ ഈ ടാറൊന്നും ഇടാത്ത, കോൺക്രീറ്റ് ഒന്നും ചെയ്യാത്ത റോഡ്. ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ അറിയാം. പിന്നെ 2 കൊടുത്തിട്ടുണ്ട്, കോൺക്രീറ്റ് റോഡ്. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഡെയിലി. ഇപ്പോൾ കോൺക്രീറ്റ് റോഡാണല്ല അല്ലേ, മഡ് പാത്തൊന്നും ഇപ്പോൾ കാണാനില്ല. പിന്നെ ടാർഡ് റോഡ്, ടാർ ചെയ്ത റോഡ്. സിംഗിൾ ട്രാക്ക് പാത്ത് ആൻഡ് മഡ് പാത്ത് വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ഏൻഷ്യൻ്റ് ടൈം. എന്ന് വെച്ചാൽ വളരെ ഏൻഷ്യൻ്റ് ടൈം വെച്ചാൽ പുരാതന കാലം മുതൽ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഈ മഡ് പാത്തും, അതുപോലെ തന്നെ സിംഗിൾ ട്രാക്ക് പാത്തും. പാത്തെന്ന് വെച്ചാൽ വഴി. പിന്നെ എന്താണ്? ഓവർ ദ പാസേജ് ഓഫ് ടൈം എന്ന് വെച്ചാൽ സമയം കടന്നു പോകുന്നതിനനുസരിച്ച് സ്റ്റോൺ പവേഡ് പാത്ത് വന്നു. എന്ന് വെച്ചാൽ കല്ല് പാകിയ, പവേഡ് എന്ന് വെച്ചാൽ പാകിയ, പാത്ത് വഴി, കല്ല് പാകിയ വഴി. അതിനുശേഷം കോൺക്രീറ്റ് റോഡ് ആൻഡ് ടാർഡ് റോഡ്, ടാർ ചെയ്ത റോഡ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഇതെല്ലാം നിലവിൽ വന്നു. നെക്സ്റ്റ് മക് ആദം റോഡ്സ്. സ്കോട്ടിഷ് എഞ്ചിനീയർ JL മക് ആദം pioneered the modern type of road construction around 1820. The roads constructed using crushed stones leveled by road roller machine are known as മക് ആദം റോഡ്സ്. സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മക് ആദമാണ് ഈ മോഡേൺ ടൈപ്പ് ഓഫ് റോഡ് കൺസ്ട്രക്ഷൻ, റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടത്. എറൗണ്ട് 1820 എന്നാണ്? 1820, 1820. ദ റോഡ്സ് കൺസ്ട്രക്റ്റഡ് യൂസിങ് ക്രഷ്ഡ് സ്റ്റോണ്, കരിങ്കൽ കഷ്ണങ്ങൾ യൂസ് ചെയ്ത് തറ ലെവൽ ചെയ്യും. എങ്ങനെയാണ്? റോഡ് റോളർ മെഷീൻ ഉപയോഗിച്ചിട്ട്. ഇതിനെയാണ് നമ്മൾ മക് ആദം റോഡ്സ് എന്ന് പറയുന്നത്. അവർ കൺട്രി ഹാസ് എ വൈഡ് നെറ്റ്വർക്ക് റോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് റൂറൽ റോഡ്സ്. അപ്പം നമ്മുടെ രാജ്യത്ത് ഒരുപാട് തരത്തിലുള്ള റോഡ്സുകളുണ്ട് അല്ലേ. ഏതാണ്? റൂറൽ റോഡ്സ്, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകൾ, സ്റ്റേറ്റ് ഹൈവേസ്, നാഷണൽ ഹൈവേസ് ആൻഡ് എക്സ്പ്രസ് ഹൈവേസ്
ഇന്ത്യ ഹാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് റോഡ്സ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഇന്ത്യക്ക് ഈ റോഡ്സിൻ്റെ കാര്യത്തിൽ സെക്കൻഡ് പ്ലേസ് ആണുള്ളത്. റോഡ് ട്രാൻസ്പോർട്ട് പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ എൻഷുറിങ് ദ സോഷ്യൽ എക്കണോമിക് ഗ്രോത്ത് ഓഫ് കൺട്രി അല്ലേ. സോഷ്യോ എക്കണോമിക് ഗ്രോത്തിന് റോഡ് ഒരു വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. എങ്ങനെയാണ് എക്കണോമിക് ഗ്രോത്ത് വരുന്നത്? റോഡ് മാർഗമുള്ള ട്രേഡ് അല്ലേ. ട്രേഡ് പുരോഗമിക്കുമ്പോൾ രാജ്യത്ത് എക്കണോമിക് പ്രോഗ്രസ് ഉണ്ടാകുന്നു. മേജർ ഹൈവേസ് ഇൻ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഹൈവേയുടെ മാപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് ദാറ്റ് കണക്ട് ഇന്ത്യാസ് മേജർ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറൽ ഹബ്സ്. ദിസ് റോഡ്സ് പാസസ് ത്രൂ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ ആൻഡ് കവർ 12 സ്റ്റേറ്റ്സ് കവർ ചെയ്യുന്നുണ്ട് ഈ ഏതാണ് നാഷണൽ ഹൈവേസ്. ഇനി ദിസ് നോർത്ത് സൗത്ത് കോറിഡോർ കണക്ട്സ് ശ്രീനഗർ വിത്ത് കന്യാകുമാരി ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ കണക്ട് സിൽച്ചാർ വിത്ത് പോർബന്ദർ. ആണ്ട് ആ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ശ്രീനഗർ മുതൽ കന്യാകുമാരി വരെ കണക്ട് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കിഴക്ക് പടിഞ്ഞാറ്. എങ്ങനെയാണ്? സിൽച്ചാർ വിത്ത് പോർബന്ദർ. സിൽച്ചാർ വരെ പോർബന്ദർ എവിടെയാണുള്ളത്? പോർബന്ദർ നമുക്കറിയാം ഗുജറാത്തിലാണുള്ളതല്ലേ. അവിടം വരെ കണക്ട് ചെയ്യുന്ന റോഡിൻ്റെ മാപ്പാണ് ഈ 2 മാപ്പ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് കുറേ പിക്ചറുകൾ തന്നിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ ഷോയിങ് ദ ഇവല്യൂഷൻ ഓഫ് വീൽഡ് വെഹിക്കിൾസിൻ്റെ ഇവല്യൂഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്സ് റിഗാർഡിംഗ് ദ ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട്. കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് വെഹിക്കിൾസ് ആൻഡ് റോഡ്സ് ഓൾഡ് ആൻഡ് ന്യൂ. മേക്ക് ദി ആൽബം ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ ക്ലാസ്. ഇതിൻ്റെ എല്ലാം പിക്ചറുകൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു ആൽബം ഉണ്ടാക്കി അത് ക്ലാസ് റൂമിൽ പ്രസൻറ്റ് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റി. ഡിസ്കസ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ് റിഗാർഡിംഗ് ദ ചേഞ്ചസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട്. അതിൻ്റെ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ചേഞ്ചസിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു കുറിപ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ ഗുണങ്ങൾ. റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്, വളരെ ചിലവ് കുറവാണ് നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്സസബിൾ ടു ഓൾ സെക്ഷൻസ് ഓഫ് പീപ്പിൾ, എല്ലാ സെക്ഷൻസ് ഓഫ് ദി പീപ്പിൾ, അതായത് റൂറൽ ഏരിയ ആവട്ടെ, അർബൻ ഏരിയ ആവട്ടെ, സിറ്റിയിലാവട്ടെ, അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഇത് ആക്സസബിൾ ആണ്. ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഷോർട്ട് ട്രിപ്സ്, ചെറിയ ട്രിപ്പ് വരെ നമുക്ക് ഏതിലാണ് യാത്ര ചെയ്യാൻ സാധിക്കുന്നത്? റോഡ് ട്രാൻസ്പോർട്ട് വഴിയായിരിക്കും യാത്ര ചെയ്യാൻ സാധിക്കുന്നത് അല്ലേ. ഒരു സ്റ്റോപ്പിൽ നിന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വില്ലേജിനകത്ത് തന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ റോഡ് മാർഗമാണ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് എഴുതാം. ആക്സസബിലിറ്റി ഇൻ റിമോട്ട് ഏരിയാസ് എന്ന് വെച്ചാൽ ഗ്രാമപ്രദേശങ്ങളിലെല്ലാം നമുക്ക് റോഡ് ട്രാൻസ്പോർട്ട് വഴി, ഗതാഗതം വഴി എത്തിച്ചേരാൻ സാധിക്കും. നെക്സ്റ്റ് നമുക്ക് എഴുതുന്ന പറ്റുന്ന പോയിന്റ്, റോഡ്സ് ആർ ജനറലി ലെസ് എക്സ്പെൻസീവ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ. നമ്മൾ മറ്റുള്ള ഗതാഗതം അപേക്ഷിച്ച് റോഡ്സ് നിർമ്മിക്കുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഒക്കെ വളരെ തുച്ഛമായ കോസ്റ്റേ ആവത്തുള്ളൂ, ചിലവേ ആവത്തുള്ളൂ. അപ്പം നമ്മൾ ലാൻഡ് ട്രാൻസ്പോർട്ട് പഠിച്ചു. ഇനി നെക്സ്റ്റ് വരുന്നത് റെയിൽ ട്രാൻസ്പോർട്ട്. ദ സൈറ്റ് ഓഫ് ട്രെയിൻ എറോസസ് ദ ക്യൂരിയോസിറ്റി ഓഫ് പീപ്പിൾ ഓഫ് ഓൾ ഏജ് ഗ്രൂപ്പ്. നമ്മൾ എത്ര പ്രായമുള്ളവരാണെങ്കിലും ഇതിൻ്റെ ആ ഒരു ട്രെയിനിൻ്റെ ആ ഒരു കാഴ്ച, ട്രെയിനെ കാണുന്നതൊക്കെ നമുക്ക് വളരെ ക്യൂരിയോസിറ്റി ഉള്ള കാര്യമാണ്, ആകാംക്ഷയുള്ള കാര്യമാണ്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ് അല്ലേ. വേഗത്തിൽ പോകുന്നതാണ് ഏതാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. അതായത് ഈ ലാൻഡിലൂടെയുള്ള ട്രാൻസ്പോർട്ടിൽ വളരെ വേഗത്തിൽ പോകുന്നതാണ് ഏതാണ്? റെയിൽ ട്രാൻസ്പോർട്ട് അല്ലേ. ദ റെയിൽവേ സിസ്റ്റം വാസ് ലാൻഡ്ഡ് ഫസ്റ്റ് ഇൻ ബ്രിട്ടൻ. എവിടെയാണ് ആദ്യം വന്നത്? ബ്രിട്ടനിലാണ്. ഇന്ത്യയിലും റെയിൽവേ കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരായിരുന്നു. അന്നത്തെ ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യയിൽ റെയിൽവേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദി ലോക്കോമോട്ടീവ് ട്രെയിൻ കെയിം ഇൻ ടു ബീയിങ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ. ലോക്കോമോട്ടീവ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിനെ പറയുന്നതാണ്, കാരണം ചലനശക്തിയുള്ളത്, അതാണ് ലോക്കോമോട്ടീവ്. അപ്പോൾ എൻജിനാണല്ലോ ഈ ബാക്കിയുള്ള ട്രെയിനിൻ്റെ ഓരോരോ ബോഗികളെയും വലിച്ചുകൊണ്ട് പോകുന്നത് അതിൻ്റെ എൻജിനാണല്ലോ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ എൻജിനെയാണ് പറയുന്നത് ലോക്കോമോട്ടീവ് എന്ന്, ട്രെയിൻ എന്ന്. അപ്പോൾ അത് എങ്ങനെയാണ് വന്നത്? വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ, ആവി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയാണ് ഇത് വന്നത്.
In 1825, ജോർജ് സ്റ്റീഫൻസൺ ബിൽട്ട് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ ഇൻ ബ്രിട്ടൻ. 1825 ജോർജ് സ്റ്റീഫൻസൺ ആദ്യത്തെ ലോക്കോമോട്ടീവ് ട്രെയിൻ എഞ്ചിൻ ബ്രിട്ടനിൽ നിർമ്മിച്ചു. കോൾ വാസ് യൂസ്ഡ് ആസ് ദ ഫ്യൂവൽ ടു റൺ ഇറ്റ്. അപ്പോൾ അത് ഓടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഫ്യൂവൽ ഏതാണ്? കോളായിരുന്നു. കോൾ എന്ന് വെച്ചാൽ എന്താണ്? കൽക്കരി. ലേറ്റർ ഡ്യൂ ടു ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ടെക്നോളജികൾ സാങ്കേതിക വിദ്യ വികസിച്ചതോടുകൂടി ഡീസൽ എൻജിൻ ആൻഡ് ഇലക്ട്രിക് എൻജിൻ കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ഡീസൽ എൻജിനും ഇലക്ട്രിക് എൻജിനുമൊക്കെ നിലവിൽ വന്നു. ആദ്യത്തത് ഏതാണ്? ജോർജ് സ്റ്റീഫൻസൺ 1825 ഈ ഫസ്റ്റ് ലോക്കോമോട്ടീവ് എൻജിൻ നിർമ്മിച്ചു. ആദ്യം ഏതാണ് ഉപയോഗിച്ചിരുന്നത്? അതിൻ്റെ ഇന്ധനം കോളായിരുന്നു. പിന്നീട് ഡീസലും ഇലക്ട്രിക്കിൻ്റെയൊക്കെ എൻജിൻ നിലവിൽ വന്നു. ഇൻ 1825 1825 ദ വേൾഡ്സ് ഫസ്റ്റ് റെയിൽവേ ട്രാക്ക് വാസ് ബിൽട്ട്. ആദ്യത്തെ ലോകത്തെ തന്നെ ആദ്യത്തെ റെയിൽവേ ട്രാക്ക് എന്ന് വെച്ചാൽ ട്രെയിൻ കടന്നു പോകുന്ന റെയിൽ പാളം എന്ന് നമ്മൾ പറയും അല്ലേ, അത് ബിൽട്ട് ചെയ്തു. കണക്റ്റിംഗ് ദ സിറ്റീസ്, ഏതൊക്കെ സിറ്റികൾ തമ്മിലാണ് കണക്ട് ചെയ്തത്? സ്റ്റോക്ടൺ ആൻഡ് ഡാർലിംഗ്ടൺ. ഇംഗ്ലണ്ടിലുള്ള സ്റ്റോക്ടണും ഡാർലിംഗ്ടണും തമ്മിലാണ്, രണ്ട് സിറ്റികൾ തമ്മിലാണ് കണക്ട് ചെയ്ത് റെയിൽ ട്രാക്ക് നിർമ്മിച്ചത്. ദ വേൾഡ്സ് റെയിൽ ട്രാൻസ്പോർട്ട് കമൻസ്ഡ് ബൈ റണ്ണിംഗ് ദ ലോക്കോമോട്ടീവ് സ്റ്റീഫൻ റോക്കറ്റ് ബിൽട്ട് ബൈ ജോർജ് സ്റ്റീഫൻസൺ ഓൺ ദിസ് ട്രാക്ക്. ദ വേൾഡ്സ് റെയിൽ ട്രാൻസ്പോർട്ട് കമൻസ്ഡ്, അതായത് ലോകത്തിലെ തന്നെ റെയിൽ ട്രാൻസ്പോർട്ട്, റെയിൽ ഗതാഗതം കമൻസ്ഡ് ബൈ നിലവിൽ വന്നത് റണ്ണിംഗ് ദ ലോക്കോമോട്ടീവ്സ് സ്റ്റീഫൻസ് റോക്കറ്റ് ബിൽട്ട് ബൈ ജോർജ് സ്റ്റീഫൻസൺ ഓൺ ദിസ് ട്രാക്ക്. ഈ ട്രാക്കിലൂടെ സ്റ്റീഫൻസൺ നിർമ്മിച്ച സ്റ്റീഫൻസൺ റോക്കറ്റ് എന്ന ലോക്കോമോട്ടീവ് റൺ ചെയ്തുകൊണ്ടാണ് ഓടിച്ചുകൊണ്ടാണ് ഈ ആദ്യത്തെ റെയിൽ ട്രാൻസ്പോർട്ട് നിലവിൽ വന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു 6 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രെയിനിൻ്റെ ഇവല്യൂഷനെ കാണിക്കുന്ന പിക്ചേഴ്സുകളാണ്. ആദ്യത്തേതെന്ന് വെച്ചാൽ സ്റ്റീം ലോക്കോമോട്ടീവാണ്. അതെന്ന് വെച്ചാൽ ഏർലിയസ്റ്റ് ടൈപ്പാണിത്. രണ്ടാമത്തെ പിക്ചർ വരുന്നത് ഹോഴ്സ് ട്രാൻ എന്നാണ് പറയുന്നത്. അതായത് ഹോഴ്സ് പുള്ളി ചെയ്തുകൊണ്ട് പോകുന്ന, ട്രാക്കിലൂടെ ഹോഴ്സ് പുള്ളി ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഏർലി ഫോംസ് ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണത്. അടുത്തത് മൂന്നാമത്തത് വരുന്നത് ഏർലി പാസഞ്ചർ ട്രെയിനാണത്. ഷോർട്ട് ഡിസ്റ്റൻസിൽ പോകാൻ സാധിക്കുന്ന ഒരെണ്ണം. മൂന്നാമത്തത് വരുന്നത് പവർഫുൾ സ്റ്റീം ലോക്കോമോട്ടീവാണ്. അത് ഹെവി ലോഡ് വലിക്കാൻ പറ്റുന്നത്, ലോങ് ഡിസ്റ്റൻസ് പോകാൻ സാധിക്കുന്നതൊക്കെയാണ് നാലാമത്തത്. അഞ്ചാമത്തത് വരുന്നത് മോഡേൺ ഇലക്ട്രിക് ട്രെയിനാണ്. ആറാമത്തത് വരുന്നത് ഹൈ സ്പീഡ് ട്രെയിൻ, നമ്മൾ ബുള്ളറ്റ് ട്രെയിൻ എന്നൊക്കെ പറയും. ഹൈ സ്പീഡും അതേപോലെ ലോങ് ഡിസ്റ്റൻസൊക്കെ പോകാൻ സാധിക്കുന്നതാണ്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രെയിൻ ഓഫ് ഡിഫറെൻറ്റ് ഇറാസ്. ഞാൻ പറഞ്ഞു ട്രെയിനിൻ്റെ ഇവല്യൂഷനാണല്ലേ, പല പല യുഗങ്ങളിലുള്ള ട്രെയിനുകളുടെ പിക്ചേഴ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു സ്റ്റീം ലോക്കോമോട്ടീവാണ്. അതെന്ത് ചെയ്യുകയാണെന്ന്? ട്രെയിൻ ക്യാരിയിങ് കോള് അല്ലേ, കോള് കൊണ്ടുപോവുകയാണ്, കൽക്കരി കൊണ്ടുപോവുകയാണ്. രണ്ടാമത്തത് ഏതാണ്? ഹോഴ്സ് വലിച്ചുകൊണ്ട് പോവുകയാണല്ലേ, അപ്പോൾ ഹോഴ്സ് ട്രാൻ. മൂന്നാമത്തെ പിക്ചർ വരുന്നത് സ്റ്റീം ലോക്കോമോട്ടീവ് വിത്ത് മൾട്ടിപ്പിൾ ക്യാരേജസ് ആണ്. അപ്പോൾ അതിനെന്തുവാണ് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പാസഞ്ചർ ട്രെയിനാണ്, അതുപോലെ തന്നെ കപ്പാസിറ്റി സ്പീഡും കൂടുതലാണ്. ഇത് വന്നത് 19th സെഞ്ച്വറിയുടെ അവസാനവും 20th സെഞ്ച്വറിയുടെ ആദ്യവുമാണ് ഇത് ഇൻവെൻറ്റ് ചെയ്തത്. നെക്സ്റ്റ് വരുന്നത് മോഡേൺ സ്റ്റീം ലോക്കോമോട്ടീവാണ്. ഇതിനെല്ലാം അപേക്ഷിച്ച് കൂടുതൽ എഫിഷ്യൻ്റാണ്. അതുപോലെ തന്നെ ബോയിലർ ലാർജാണ്. ഇത് വന്നത് 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയോടുകൂടിയാണ്. അപ്പോൾ ഈ സ്റ്റീം ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് കൽക്കരി കൊണ്ടാണ്, കോള് കൊണ്ടാണ്. അടുത്തത് അഞ്ചാമത്തത് ഇലക്ട്രിക് ട്രെയിനാണ്. അതുപോലെ തന്നെ ഡീസൽ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനും ഉണ്ട്. അടുത്തത് വരുന്നത് ബുള്ളറ്റ് ട്രെയിനിൻ്റെ പ്രത്യേകത എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു ഈ സ്റ്റീം 3ഉം 4ഉം നമ്മൾ ഈ സ്റ്റീം എൻജിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റീം എൻജിൻ വഴി എങ്ങനെയാണ് ട്രെയിൻ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയണോ? അത് ഇതിനകത്തൊരു ഫയർ ബോക്സ് ആണ്. അതിനാണ് നമ്മൾ ബോയിലർ എന്ന് പറയുന്നത്. ഇതിൽ കോള് കത്തുമ്പോൾ അതിൽ നിന്ന് ഹീറ്റ് ഉണ്ടാകും. ഈ ഹീറ്റ് ഫയർ ബോക്സിന് ചുറ്റും സറൗണ്ട് ചെയ്തിരിക്കുന്ന
വാട്ടറിലോട്ട് ട്രാൻസ്ഫർ ആവും ഈ ഹീറ്റ്. അങ്ങനെ വാട്ടർ ഹീറ്റായിട്ട് സ്റ്റീമാകും, ആവിയാകും. ഇതിൻ്റെ ഫലമായി ബോയിലറിൽ പ്രഷർ അനുഭവപ്പെടും. ഇങ്ങനെ ഹൈ പ്രഷർ സ്റ്റീം ഈ ബോയിലറിൽ നിന്ന് പുറത്തു വന്നു സിലിണ്ടറിലോട്ട് എൻ്റർ ചെയ്യും. ഇതിൻ്റെ ഫലമായിട്ട് സിലിണ്ടറിലെ പിസ്റ്റൺ പുഷ് ചെയ്യപ്പെടുകയും ബാക്ക് ആൻഡ് ഫോർത്ത് എന്ന് വെച്ചാൽ മുന്നോട്ടും പുറകോട്ടും, നമ്മൾ ഈ ക്ലോക്കിലെ മണി അടിക്കുന്ന കണ്ടിട്ടുണ്ട്, ബാക്ക് ആൻഡ് ഫോർത്ത്, ഈ പെൻഡുലം, അത് മുന്നോട്ടും പുറകോട്ടും ഒരേപോലെ ഇങ്ങനെ മൂവ് ആവുകയും ചെയ്യും. ഈ പിസ്റ്റൺ വീലുമായിട്ട് കണക്റ്റഡ് ആണ്. ഏത് വഴിയാണ്? ലിവറും അതുപോലെ തന്നെ റോഡ്സുമായിട്ട്. ഇങ്ങനെ വീല് ടേൺ ആവുന്നു. ഈ വീലുമായിട്ട് ഈ പിസ്റ്റണും ഈ വീലുമായിട്ട് കണക്റ്റഡ് ആണ്. ഏത് വഴിയാണ്? റോഡ്സും അതുപോലെ തന്നെ ലെവേഴ്സ് എന്ന് പറയും. കാരണം അതെന്ന് പറയുന്നത്, ലെവേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവർ. ഇങ്ങനെ ഈ വീല് ടേൺ ആകുന്നതിൻ്റെ ഫലമായിട്ട് ട്രെയിൻ മൂവ് ആവുകയും ചെയ്യും. അവിടെ പിസ്റ്റൺ ബാക്ക് ആൻഡ് ഫോർത്ത്, ഈ പ്രഷറിൻ്റെ ഫലമായിട്ട് പിസ്റ്റൺ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ആവുന്നതിൻ്റെ ഫലമായിട്ട് ഈ പിസ്റ്റണും അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ വീലും തമ്മിൽ കണക്റ്റഡ് ആണ്. ഏത് വഴിയാണ്? ലിവർ വഴിയും റോഡ്സ് വഴിയും കണക്റ്റഡ് ആണ്. ഇങ്ങനെ വീല് ടേൺ ആവുകയും ഇത് പിസ്റ്റൺ മൂവ് ആവുന്നതിൻ്റെ ഫലമായിട്ട് ഈ വീല് ടേൺ ആവും. അങ്ങനെ ട്രെയിൻ മൂവ് ആവും. ഇപ്പോൾ സ്റ്റീം ലോക്കോമോട്ടീവിൻ്റെ പ്രവർത്തനം മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഞാനിതൊന്ന് പറഞ്ഞ് തന്നതേ ഉള്ളൂ. ഇത് പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഒരു ജനറലായിട്ടൊരു കാര്യം പറഞ്ഞു തന്നതാണ് ഞാൻ. നെക്സ്റ്റ് നോക്കൂ. ഇറ്റ് വാസ് ദ ബ്രിട്ടീഷ് ഹു സ്റ്റാർട്ട് റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽ ട്രാൻസ്പോർട്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷുകാരായിരുന്നു. ഞാൻ പറഞ്ഞു ഡൽഹൌസി പ്രഭുവിൻ്റെ സമയത്താണ്. ദേ ട്രാൻസ്പോർട്ടഡ് റാ മെറ്റീരിയൽസ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഫ്രം ഇന്ത്യ ടു യൂറോപ്പ് ബൈ സീ. അപ്പോൾ അവർ ഈ റാ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലോട്ട് കൊണ്ടുപോയിരുന്നത് കടൽ മാർഗമായിരുന്നു. റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് ദീസ് ഗുഡ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ടു ദ പോർട്ട്. അപ്പോൾ ഈ തുറമുഖത്തേക്ക് ഈ ഒരു അസംസ്കൃത വസ്തുക്കൾ, അതായത് റാ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഈ ഒരു നാച്ചുറൽ റിസോഴ്സസൊക്കെ എത്തിക്കുന്നത് ഈ റെയിൽ മാർഗമായിരുന്നു. അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അവർ ഇവിടെ റെയിൽ മാർഗം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ദ റെയിൽവേസ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ദാറ്റ് പീപ്പിൾ മെയിൻലി റിലേ ഓൺ ഫോർ ദെയർ ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് ലേഷ്യർ ട്രിപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ എന്തിനാണ് ആശ്രയിക്കുന്നത്? അവരുടെ ഡെയിലി ട്രാവൽ, ദൈനംദിനമായിട്ടുള്ള യാത്രകൾക്കും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലേഷ്യർ ട്രിപ്പ്, വിനോദയാത്രയ്ക്കൊക്കെ നമ്മൾ റെയിൽവേ ആണ് ആശ്രയിക്കുന്നത്. എ ബ്രോഡ് ആൻഡ് എക്സ്റ്റെൻസീവ് റെയിൽവേ നെറ്റ്വർക്ക് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ. നല്ല വിപുലമായിട്ടുള്ള റെയിൽവേ നെറ്റ്വർക്കാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ കൺട്രീസ് വിത്ത് ദ ലോങ്ങസ്റ്റ് റെയിൽവേ സിസ്റ്റം ഇൻ ദ വേൾഡ്. ലോകത്ത് തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റം ഉള്ളത് ഇന്ത്യയിലാണ്. ദ മെട്രോ റെയിൽ സിസ്റ്റം ഹാസ് ബീൻ ലാൻച്ച്ഡ് ഇൻ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ടു ഇംപ്രൂവ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൻഡ് റെഡ്യൂസ് എയർ പൊല്യൂഷൻ. അപ്പം മെട്രോ റെയിൽ സിസ്റ്റം, അപ്പോൾ എയർ പൊല്യൂഷൻ എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നത്? അതായത് ഇത് ഇലക്ട്രിസിറ്റിയിൽ ഓടുന്നതാണ്. അപ്പം എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു മെട്രോ റെയിൽ സിസ്റ്റം ലാൻച്ച്ഡ് ഇൻ മേജർ സിറ്റി. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സിറ്റീസുകളെല്ലാം അത് ലാൻച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി കൂട്ടുകയും എയർ പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. അതിൻ്റെ ഗുണങ്ങൾ, റെയിൽ ട്രാൻസ്പോർട്ടിൻ്റെ ഗുണങ്ങൾ. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകാൻ സാധിക്കും. ഹെൽപ്പ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്, ധാരാളം സാധനങ്ങളും കൊണ്ടുപോകാൻ സാധിക്കും. പ്ലേസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ ദ ഗ്രോത്ത് ഓഫ് എക്കണോമിക് സിസ്റ്റം. നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ഇനി നമുക്ക് ഒരെണ്ണം എഴുതാൻ പറ്റുന്നത് എക്കോ ഫ്രണ്ട്ലി കമ്പയർഡ് ടു റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് റെയിൽ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആണ്. ഇതിനകത്ത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ എമിഷനൊക്കെ വളരെ കുറവാണ്. അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് അറിയാമല്ലോ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രജനിയസ് ഓക്സൈഡ് തുടങ്ങിയവ. ഇതെല്ലാം നമുക്ക് ഗ്ലോബൽ വാർമിങ്ങിനെ കാരണമാകുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമുക്ക് അടുത്തൊരു പോയിൻ്റായിട്ട് എഴുതാനുള്ളത്. കാരണം ഇപ്പോഴുള്ള ട്രെയിനുകൾ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചും ഡീസൽ ഉപയോഗിച്ചിട്ടും ഒക്കെ
ഓടുന്ന ട്രെയിനുകളാണ്.